പെട്ടെന്ന് ദുബായിക്ക് വരാൻ പറഞ്ഞതിനായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങളോട് എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ലാന്ന്. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ 2 സൂപ്പർ മാർക്കറ്റുകൾ, നാട്ടിൽ പലയിടത്തായിട്ട് കുറെ ബിൽഡിങ്ങുകൾ, ആകെ ഒരു മോനലുള്ളൂ. കാര്യങ്ങളൊക്കെ അന്നെ ഏൽപ്പിച്ചിട്ട് വേണം ഇനിയെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാ. എൻ്റെ അംബീഷൻ എന്താന്നുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. എനിക്ക് ബിസിനസ്സിലൊന്നും ഒരു താല്പര്യമല്ല. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞതേ, നിങ്ങൾ എൻ്റെ മോനോടൊന്ന് സംസാരിക്കണം. കാര്യങ്ങളൊക്കെ ഒന്ന് ഓനെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണം. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഓനൊരുത്തനുള്ളൂ. ഓൻ്റെ തലമുറക്ക് കൈയാളിൽ ഞാൻ സമ്പാദിച്ചാണ്. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ? ഏതായാലും ഞങ്ങൾ ഓനോടൊന്ന് സംസാരിച്ചു നോക്കാം. എൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ മേടിച്ച് വെച്ചിക്കാണ്. എനിക്ക് ബിസിനസ്സിലൊന്നും താല്പര്യമില്ല എന്നൊരു 100 വട്ടം ഞാൻ പറഞ്ഞാണ്. പക്ഷെ ഇപ്പാന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇപ്പൊ പറഞ്ഞാലേ ശരി ആയിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളില്ലേ? നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ വല്യപ്പ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ കേട്ട് വളർന്ന കഥകളിലൊക്കെ വല്യപ്പയായിരുന്നു എൻ്റെ ഹീറോ. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി വീരമൃത്യു വരിച്ച ആ വല്യപ്പാൻ്റെ പേരക്കുട്ടിയാണെന്ന് പറയുന്നതിന് എനിക്ക് എന്നൊരു അഭിമാനമാണ്. അന്ന് മനസ്സ് കയറിക്കൂടിയതാണ് ഒരു പട്ടാളക്കാരനായിട്ട് രാജ്യത്ത് സേവിക്കണം എന്നുള്ളൊരാഗ്രഹം. അതിന് എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. ഗ്രേറ്റ്. പനോട് ഞങ്ങൾ സംസാരിക്കാം. അബുട്ടിക്ക, ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മോനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു ഭാഗ്യം ചെയ്ത പിതാവാണെന്നാണ്. സ്വന്തം മകൻ രാജ്യത്തിന്റെ കാവൽക്കാരനാകുക എന്നുള്ളത് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭാവന കൂടിയാണത്. അല്ല, തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും പക്വതൊക്കെ പോലെ ആയിട്ടുണ്ടല്ലോ. ഒരു ബാപ്പ എന്നുള്ള നിലക്ക് എനിക്കുണ്ടാവുമല്ലോ ചില തീരുമാനങ്ങൾ. ഒരുപാട് പേര് പടപൊരുതിയും ജീവൻ കൊടുത്തും നേടിത്തന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ കാവൽക്കാരനാകാനാണ് എൻ്റെ മോൻ്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വത്തും മുതലും ബിസിനസ്സൊന്നും എനിക്കൊരു തടസ്സാവില്ല.